Ladies and gentlemen, this is Adesh and welcome to my comedy. ഖലീഫ പൃഥ്വിരാജ് ലാലേട്ടൻ പടം അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. ഇതില് ലാലേട്ടന്റെ ഒരു സൂപ്പർ ക്യാമിയോ ഉണ്ട് എന്ന് ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ അറിയാം. നീ അത് എടുത്ത് പറഞ്ഞു പറഞ്ഞിട്ട് തലവെട്ടാൻ വരണ്ട. ആ ഒരു സൂപ്പർ ക്യാമിയോ കാണാനാണ് രാവിലെ ഉറക്കപ്പായെന്ന് എണീറ്റ് പോയത്. ഈ സിനിമ കാണുന്നതിന് മുമ്പ് ആദ്യം ഒരു കാര്യം മനസ്സിൽ വെക്കുക. ദിസ് ഇസ് നോട്ട് എ ലോകേഷ് കനകരാജ് ഫിലിം, ദിസ് ഇസ് എ വൈശാഖ് ഫിലിം. പൃഥ്വിരാജ് സുകുമാരൻ ഇൻ വൈശാഖ് ഫിലിം. അത് മനസ്സിൽ വെച്ചിട്ട് ഈ പടം കാണാൻ പാടുള്ളൂ. ലാലേട്ടന്റെ ക്യാമിയോ ഉണ്ട് പറയുമ്പോ തന്നെ കുറെ എണ്ണം മൊബൈലിൽ തൂക്കി പിടിച്ചിട്ട് അതിന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കണ്ടായിരുന്നു. ദയവ് ചെയ്ത് ഇതൊന്നും നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. നിങ്ങൾ ആദ്യം ഈ സിനിമ കണ്ടു പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവാർഡൊന്നും കിട്ടാൻ പോലും എത്രയോ ആൾക്കാരുണ്ട് മനസ്സമാധാനത്തിന് വേണ്ടിയിട്ട് ലാലേട്ടന്റെ ക്യാമിയോ കാണാൻ വേണ്ടിയിട്ട് മാത്രം ഈ പടം കാണാൻ പോണവര്. അവരുടെ ഒരു എക്സൈറ്റ്മെന്റ് ദയവ് ഇത് കളയരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. സിനിമ കാണാത്തവരാണ് വെച്ചാൽ പ്ലീസ് സ്റ്റേ അവേ ഫ്രം സോഷ്യൽ മീഡിയ. പടം കണ്ടിട്ട് സോഷ്യൽ മീഡിയയിലോട്ട് തിരിച്ചു വരാം. ഇത് ഒരു വൈശാഖ് പടമല്ല, ഒരു പൃഥ്വിരാജ് സുകുമാരൻ പടമല്ല, ആ ജെയ്ക്സ് ബിജോയ് പടം അങ്ങനെ പറയണം. ഇതൊരു ജെയ്ക്സ് ബിജോയ് പടമാണ്. അന്യായ സ്കോറിംഗ് പറഞ്ഞ അന്യായ സ്കോറിംഗ്. പല സമയത്തും ഈ സിനിമ പാതാളത്തിലോട്ട് വീഴും എന്ന് തോന്നിയെങ്കിലും ആ സമയത്ത് തിരിച്ചു കയറ്റി വിട്ടത് ജെയ്ക്സ് ബിജോയ്. അന്യായ പണ്ണൽ. എനിക്ക് ഈ സിനിമ പലപ്പോഴും കണ്ടപ്പോ തോന്നിയത് ജെയ്ക്സ് ബിജോയ് 2026-27 കാലഘട്ടത്തിൽ തന്നെ ഉണ്ട്. വൈശാഖ് 2015-ലും ഇതിന്റെ കഥ എഴുതിയ ആള് 2005-ലുമാണ്. അതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഇത് അപരാധമാണ്, മോശം പടമാണെന്നൊന്നല്ല. ദിസ് ഇസ് ആൻ ആവറേജ് ഫിലിം, ജസ്റ്റ് ആൻ ആവറേജ് ഫിലിം. ആവറേജ് എന്നെങ്കിലും പറയാൻ തോന്നിയത് ജെയ്ക്സ് ബിജോയുടെ പണ്ണലാണ്. ഫൈറ്റ് സീക്വൻസ് വിത്ത് ജെയ്ക്സ് ബിജോയുടെ പണ്ണൽ പീക്ക്. അത് തന്ന തിയേറ്റർ എക്സ്പീരിയൻസ് പീക്കായിരുന്നു. ഇതിലൊരു പാട്ടുണ്ട്, എന്തെന്നത് സലാമത്തില, അതിന്റെ പ്ലേസ്മെന്റും അത് തന്ന ഒരു ഫീലും ഗംഭീരം. സിനിമയുടെ മെയിൻ പോസിറ്റീവ് ഫാക്ടർ ഇതിന്റെ ഫൈറ്റ് സീക്വൻസും അതേപോലെ തന്നെ ജെയ്ക്സ് ബിജോയ് പണ്ണൽ ആൻഡ് ദ സൂപ്പർ ക്യാമിയോ. ഹോൾ തിയേറ്റർ എറപ്റ്റഡ്. കുലുങ്ങി, ഹോൾ തിയേറ്റർ കുലുങ്ങി. കിട്ടുമായിരുന്നു അത്. അങ്ങനെ കൊടുത്ത ലുക്ക് വരെ അടിപൊളിയായിരുന്നു. ഈ സിനിമയിലെ ഏറ്റവും വലിയ ഹൈ മൊമെന്റ് അവിടെയാണ് കിട്ടിയത്. പടം ഭയങ്കര സീരിയസ് നോട്ടിലാണ് തുടങ്ങാം. സീരിയസ് നോട്ടിൽ പറഞ്ഞ പൃഥ്വിരാജിന്റെ ഇൻട്രോ ജെയ്ക്സ് ബിജോയുടെ കിഡു മ്യൂസിക് വർക്ക്, അവിടെ ഒരു ഫൈറ്റ് സീക്വൻസ് 4-5 ഫൈറ്റ് സീക്വൻസ് ഉണ്ട് ഇതില്. അടിപൊളിയാണ് ഫൈറ്റ് സീക്വൻസ്, എല്ലാം അടിപൊളിയാണ്. എസ്പെഷ്യലി എടുത്തു പറയുന്നുണ്ട് പൃഥ്വിരാജിന്റെ വീട്ടിൽ വെച്ച് ഗാർഡ്സിന്റെ ഒരു ഫൈറ്റ് ഉണ്ട്. അയ്യോ, അത് ഗംഭീര സാധനം. പിന്നെ ടുവേർഡ്സ് ക്ലൈമാക്സ് ഒരു ഫൈറ്റ് നൈസ് ആയിരുന്നു. ഇത്ര സീരിയസ് നോട്ടിൽ തുടങ്ങിയ പടം ഫ്ലാഷ് ബാക്ക് പോർഷനിൽ പോകുമ്പോ ക്രിഞ്ച് ഒലിപ്പിക്കുന്ന സീൻസ്, ക്രിഞ്ച് മെഴുകണ സീൻസ്. പൃഥ്വിരാജ് മറ്റേത് നായിക മാളവിക ശർമ്മയാണ്. ആ കൊച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ പോകുന്ന സീൻ ഉണ്ട്. ആരാണാവോ, ഏത് മഹാനാണ് ഇതിന്റെ ഡയലോഗ് എഴുതിയത്? ക്രിഞ്ചൊലിക്കാണ്, കർമ്മം എന്നാണ് എനിക്ക് ആ സമയത്ത് പറയാൻ തോന്നിയത്. അത്രയും സീരിയസ് ആയിട്ട് തുടങ്ങിയ സിനിമ പിന്നെ ഒലിപ്പിക്കലും വലിപ്പിക്കലും അനാവശ്യ മെലോ ഡ്രാമ കുത്തിക്കേറ്റലും. ആ സമയത്ത് പോലും ഈ പടം കയ്യിൽ നിന്ന് പോവാതെ ഈ സിനിമയെ രക്ഷിച്ച ദ സേവിയർ, ദ സാത്താൻ സേവിയർ ജെയ്ക്സ് ബിജോയ്. അന്യായ മ്യൂസിക് വർക്ക് ആയിരുന്നു. ഞാൻ പറഞ്ഞ ഈ സിനിമ വൈശാഖിന്റെ സിനിമയാണെന്നുള്ള ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് വെക്കണം. അങ്ങേര് ഇപ്പോഴും 2015 വണ്ടി പിടിച്ചിട്ടില്ല. അനാവശ്യമായിട്ടുള്ള കുറെ മെലോ ഡ്രാമ ഇതിൽ കുത്തിക്കയറ്റിയിട്ടുണ്ട്. ഒരു സീൻ പോലും കണ്ടപ്പോഴും ഇമോഷനോ സങ്കടമോ ഇമോഷണൽ കണക്ഷനോ ഒന്നും കിട്ടിയില്ല. പിന്നെ ടുവേർഡ്സ് ഇന്റർവൽ ആവുന്ന സമയത്ത് തുണിക്കടയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്ന അമീർ അലി എങ്ങനെ ഗോൾ സ്മഗ്ലർ ആയി എന്നുള്ളതാണ് പിന്നെ കാണിക്കുന്നത്. അമീർ അലിക്ക് കൊടുക്കുന്ന ബിൽഡപ്പ്, ലാലേട്ടന്റെ ക്യാരക്ടറിന്റെ പേര് ഓരോ തവണ പറയുമ്പോൾ കൊടുക്കുന്ന ബിൽഡപ്പ്, അതൊക്കെ ഫസ്റ്റ് ഹാഫിൽ നൈസ് ആയിരുന്നു. ആൻഡ് ഈച്ച് ആൻഡ് എവറി വണ് ജെയ്ക്സ് ബിജോയ് കൊടുത്ത സ്കോറിങ്, മറ്റേ നമ്മുടെ കത്തീത്ത വില്ലൻ ആളിതില് ഡമ്മിയാണ്, കത്തീത്ത വില്ലൻ പോലെ ഡമ്മിയാണ്. പക്ഷെ ആൾക്ക് കൊടുത്ത സ്കോർ, അതേപോലെ ഇവൻ ഇന്ദ്രൻ സേട്ടന് വരെ കൊടുത്ത സ്കോർ കിട്ടുമായിരുന്നു. ഇതിലെ മെയിൻ വില്ലൻ ഷമി തിലകനാണ്. ടുവേർഡ്സ് ഈ ഇന്റർവെല്ലില് എയർപോർട്ടിൽ വെച്ചൊരു സീക്വൻസ് ഉണ്ട്, അടിപൊളി. അതിലാണ് പടം നിൽക്കുന്നത്. അപ്പൊ ഇന്റർവെൽ സീക്വൻസ് നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിൽ എന്തൊക്കെയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ തരുന്ന ഒരു ഇന്റർവെൽ സീൻ ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോഴേക്കും
അണ്ണൻ കത്തിക്കലാണ്. അണ്ണൻ അവിടെ സകലമാന ചപ്പും ചവറും കൂട്ടിയിട്ട് കത്തിക്കലാണ് ജെക്സ് ബിജോയ്. അണ്ണന്റെ പണി വെടുപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും കത്തിക്കാൻ തുടങ്ങി. സെക്കൻഡ് ഹാഫിൽ 2 ഫൈറ്റ് സീക്വൻസ് ഉണ്ട്, രണ്ടും അടിപൊളിയാണ്. ഞാൻ പറഞ്ഞില്ല, ഈ സിനിമയുടെ ഫൈറ്റ് സീക്വൻസിനും സ്കോറിങ്ങിനും ക്യാമിയോയ്ക്കും വേണ്ടി ഈ പടം കാണാം, ബാക്കിയൊന്നുമില്ല. ഇതില് മറ്റേ കത്തീത്ത വില്ലന് വലുതായിട്ട് ഒന്നും ചെയ്യാനില്ല, ശരിക്കും ഒരു ഡമ്മി വില്ലനാണ്. പക്ഷേ ടുവേർഡ്സ് എൻഡില് ആൾക്കൊരു ഹൈ മൊമെന്റ് കൊടുത്തിട്ടുണ്ട് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും, അത് നൈസായിരുന്നു. ഷമി തിലകൻ അത്യാവശ്യം വൃത്തിക്ക് തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. പൃഥ്വിരാജിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടേഴ്സ് ഒന്നുമല്ല അമീർ അലി. ആൾക്ക് അത്ര വൺ പെർഫോമൻസ് ഒന്നും ആയിരുന്നില്ല, സ്റ്റിൽ വൺ ഓറയായിരുന്നു. ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഇങ്ങനെ സ്ലോ മോഷനിലൊക്കെ ഓരോ ടൈം നടന്നു വരുമ്പോഴും ഒരു ഓറ ഫീൽ, ആ ഒരു സ്ക്രീൻ പ്രസൻസ് പൃഥ്വിരാജിന് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, മാളവിക ശർമ്മ ആദ്യം ഊമയാണെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ കൊച്ചു വായ തുറന്നൊന്നും മിണ്ടില്ല. ഒരൊറ്റ സീനിൽ എന്തോ ഈ കൊച്ചു വായ തുറന്ന് എന്തോ മിണ്ടുണ്ട്. ആ കൊച്ചിനെ ആരുടെയും വോയിസ് കൊടുത്ത് ഇത്രയും ദാരിദ്ര്യം പിടിച്ച വോയിസ് ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നിയ കാര്യം, ഇതിലും ഭേദം ഈ കൊച്ചു ഊമയായിട്ടിരിക്കുന്നതാണ്. അതാണ് നല്ലത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. രഞ്ജി പണിക്കരാണ് പൃഥ്വിരാജിന്റെ ഡാഡിയായിട്ട് അഭിനയിച്ച്. അഗെയിൻ കുറെ മെലോ ഡ്രാമ, ഇമോഷണൽ സീൻസ് ഒന്നുമില്ല. ഷമി തിലകൻ നൈസ് ആയിരുന്നു കേട്ടോ. പിന്നെ ശിവജിത്ത് ഉണ്ട് ഇതില്. ശിവജിത്ത് ടുവേർഡ്സ് ലാസ്റ്റ് ഐലെ സുരേഷ് ഗോപിയെ പോലെയൊക്കെ വരുന്നുണ്ട്. സോ ഓവറോൾ ദിസ് ഇസ് എൻ ആവറേജ് ഫിലിം. ആവറേജ് തന്നെ പറയാൻ പറ്റുള്ളൂ. ദാറ്റ് ടു ഫോർ ജെക്സ് ബിജോയ് സ്കോറിംഗ് ആൻഡ് ഫൈറ്റ് സീക്വൻസ്. ബാക്കിയൊന്നും എനിക്ക് അത്ര വലിയ സുഖമായി തോന്നില്ല. കഥയൊക്കെ 2005 കഥ. അത് പറഞ്ഞ മാർക്കോ ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ലോകേഷ് കനകരാജ് പോലത്തെ ഡയറക്ടർ പണി വെച്ച സാധനമാണെന്നും പ്രതീക്ഷിച്ചിട്ട് പോകരുത്. ടുവേർഡ്സ് എൻഡിലുള്ള ഫൈറ്റ് സീക്വൻസ് ആൻഡ് ആ മറ്റേ ക്യാമിയോ പോർഷൻ. ക്യാമിയോ പറയുമ്പോൾ ലാലേട്ടന്റെ ക്യാമിയോ അല്ലാതെ 1-2 ക്യാമിയോ കൂടി ഉണ്ട്. നൈസായിരുന്നു. അങ്ങനെയൊക്കെ കൊടുത്തൊരു ലുക്ക് ഉണ്ട് മോനെ. രജനീകാന്തിന്റെ ഒരു പടം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്യായ സാധനമായിരുന്നു അത്. സോ ഓവറോൾ തിയേറ്ററിൽ നല്ല സൗണ്ട് എഫക്റ്റ് ഒക്കെ ഉള്ള തിയേറ്ററിൽ ക്രൗഡർ ആയിട്ടുള്ള ഓഡിയൻസിന്റെ ഒപ്പം ഇരുന്ന് കാണാൻ പറ്റിയ ഒരു പടം. വൻ എക്സ്പെക്ടേഷനൊന്നും പോവാതിരിക്കുക. ആൻഡ് ഓൾവേസ് കീപ് ഇൻ യുവർ മൈൻഡ് ദിസ് ഇസ് എ വൈശാഖ് ഫിലിം. ഇത് വൈശാഖ് ഫിലിം ആണെന്ന് മറക്കാതിരിക്കുക. So Khalifa is in theaters near you.